ഞാൻ പിന്നെ ഒരു 9:30-10 കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഒരു രാവിലെ കഥ മൊത്തം എന്നോട് ഇങ്ങനെ പറഞ്ഞുതരാം. അന്ന് മുതലേ ഞങ്ങൾ ഒരു കമ്പനിക്കാരെ പോലെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്നും ഞാൻ സാറെ പോലെ കണ്ടിട്ടില്ല, മുപ്പരിന്നെ സ്റ്റുഡൻ്റ് ആയിട്ടല്ല കണ്ട്. ഞങ്ങളാ വൈബിൽ ഇങ്ങനെ കുറെ സിവിൽ സാറൊക്കെ കുറേ വട്ടം നമ്മൾ തല്ലിയൊക്കെ പഠിച്ചതാണ്. കൈത എന്തൊക്കെ വിളിക്കലുണ്ട്. ഈ 2025 ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എക്സാം ഹാളിലേക്ക് കയറി ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഉണ്ടായ ഒരു മൊമെന്റ്. പക്ഷെ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നത്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിലൊക്കെ മികച്ച വിജയം കരസ്ഥമാക്കി ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ നേടിയിച്ച് നമ്മളെ കാണാൻ വേണ്ടി തിരിച്ചു വരുമ്പോഴുള്ളൊരു മൊമെൻ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരു അച്ചീവ്മെൻ്റ് ആണ്. പക്ഷേ അച്ചീവ്മെൻ്റ് എന്നതിലുപരി അത് നമുക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് വളരെ സന്തോഷത്തോടു കൂടി അവർ നമ്മളെ കാണാൻ വരുമ്പോഴുണ്ടാകുന്ന ഒരു നിമിഷം അത് എത്ര നമ്മൾ അനുഭവിച്ചറിഞ്ഞാലും നമുക്ക് മടുക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് ഒന്നുകൂടി തിരിച്ചെത്തിയിരിക്കുകയാണ് മിടുക്കരായ 4 വിദ്യാർത്ഥികൾ. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഞാൻ മുഹമ്മദ് തൗഫിലേക്ക്, വീട് കോഴിക്കോട് ജില്ലയിൽ മാവൂരാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് കോഴിക്കോട് സെൻറ്റർ J12 ബാച്ചിലാണ്, അഭിനയാംസിൻ്റെ ബാച്ച്. അപ്പോൾ പിന്നെ വീട്ടിൽ ഉപ്പ അമ്മ പിന്നെ 2 കാക്ക, ഒരു താത്ത. ഉപ്പയും കാക്ക ബിസിനസ്സാണ്. പിന്നെ നേരെ കാക്ക എന്താ പറയുക ടീച്ചറാണ്. എൻ്റെ പേര് നവനീത് മുരളി. ഞാൻ മഞ്ചേരിയാണ്, മലപ്പുറത്ത് ജില്ലയിൽ. ഞാൻ കോഴിക്കോട് ക്യാമ്പസിലായിരുന്നു. J10 ആഘോഷ് സാറിൻ്റെ ബാച്ചിലായിരുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി. അച്ഛൻ ബിസിനസ്സാണ്, മെഡിക്കൽ ഫീൽഡിൽ. അമ്മ ടീച്ചർ. ചേച്ചി ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് PG ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ പേര് ഹംദാൻ അഹമ്മദ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ തന്നെ അത്തോളിയിലാണ് വീട്. പഠിച്ചത് കോഴിക്കോട് ക്യാമ്പസിലെ J14 ക്ലാസ്സിലാണ്. വീട്ടിൽ ഉപ്പ ഉമ്മ, 2 അനിയൻ, 1 അനിയത്തി. ഉപ്പ അബ്രോഡാണ്, ഉമ്മ ഹൗസ് വൈഫ്. എൻ്റെ പേര് മൂസ ഷഹീൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നു. ഞാനും കോഴിക്കോട് ക്യാമ്പസിലാണ് പഠിച്ചത്. J14 ബാച്ച്, ലക്ഷ്മീസിൻ്റെ ബാച്ചായിരുന്നു. പിന്നെ വീട്ടിൽ ഉപ്പ ഉമ്മ പിന്നെ 3 സിസ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ 4 പേരും 4 പേരിൽ 3 പേർക്ക് ഓൾറെഡി അഡ്മിഷൻ ആയി അല്ലേ? ഇവിടെ മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എവിടെയെല്ലാമാണ് അഡ്മിഷൻ ലഭിച്ചത്? എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തഞ്ചാവൂർ മെഡിക്കൽ കോളേജാണ്. എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഓൾ ഇന്ത്യ വഴി തന്നെ ഇവിടെ കൂടല്ലൂർ മെഡിക്കൽ കോളേജ്, തമിഴ്നാട്. എനിക്കും ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൊല്ലം മെഡിക്കൽ കോളേജ് കിട്ടി. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിൽ വെച്ചില്ലായിരുന്നു? ഓൾ ഇന്ത്യ കോട്ട ഞാൻ കേരളമാണ് പ്രിഫർ ചെയ്യണം. അപ്പോൾ കേരളം വെച്ചുകൊണ്ട് എന്താ പറയുക, തമിഴ്നാട് ടോപ്പ് കോളേജ് മാത്രം വെച്ചിട്ടുള്ളൂ. പിന്നെ കേരളം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് കേരള റൗണ്ടിൽ സീറ്റ് എടുക്കാമെന്നുള്ളതിലാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഫോക്കസ്? കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ വെളിയിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കും ഒരുപാട് വിദ്യാർത്ഥികളുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകുന്നൊരു കാര്യം നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ താങ്കൾ മാത്രം കേരളത്തിൽ മാത്രം മതി എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? പണ്ട് തൊട്ടുള്ള ഒരു ഡ്രീമാണ്, കേരളത്തിൽ തന്നെ കിട്ടണം എന്നുള്ള ഒരു ഡ്രീം, അത്രേ ഉള്ളൂ. പിന്നെ ഡിസ്റ്റൻസ് ഒക്കെ കുറച്ചും കൂടി സുഖം, വീട്ടിൽ നിന്ന് പോയി വരാനൊക്കെ എന്തായാലും കേരളത്തിലാവുക. പിന്നെ അതൊക്കെ ഓക്കെ. അപ്പോൾ ചെറുപ്പം മുതലുള്ള ഒരു ഡ്രീം ആയിരുന്നു കേരളത്തിലൊരു മെഡിക്കൽ കോളേജ് പഠിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ എന്ന് മുതലാണ് ഈ MBBS എന്നുള്ളൊരു ഡ്രീം വന്ന് തുടങ്ങിയത്? അത് ഏകദേശം ഞാനൊരു 5ാം ക്ലാസ് മീൻസ് ഹൈസ്കൂള് ഒരു 8ാം ക്ലാസ്സൊക്കെ ആ സമയത്താകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു MBBS മാത്രമേ അറിയുള്ളൂ. അതിന് കൂടുതൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഡോക്ടർ ആവണം. പിന്നെ 10 കഴിഞ്ഞു. പിന്നെ +1 +2 പിന്നെ കുറച്ചും കൂടി എന്താ പറയുക അതിലേക്ക് ആയേ പറ്റൂ എന്നുള്ളൊരു ഇതിലായി. പിന്നെ ഞാൻ ഏകദേശം ബ്രില്യൻറ്റിലേക്ക് വന്നു. പിന്നെ എക്സാം എഴുതി ഏകദേശം കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടി. വെയിറ്റ് ചെയ്യുന്നു റിസൾട്ട്. എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതോ തന്നെ ഉടലെടുത്തൊരു തീരുമാനമാണോ ഓക്കെ ഡോക്ടർ അതാണ് എൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ? അല്ല, നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കുറേ വീഡിയോസ് കാണുമല്ലോ, ഇപ്പോൾ യൂട്യൂബിലായാലും അല്ലാണ്ട് പിന്നെ പേഴ്സണൽ എന്താ പറയുക വീട്ടുകാരെ എന്താ പറയുക നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ എന്താ പറയുക എക്സ്പീരിയൻസ്, പിന്നെ ഒരു ഡോക്ടർ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആണല്ലോ, അതൊക്കെ കൊണ്ടാണ് ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയി. ഓക്കെ. അവിടുത്തെ എന്തായിരുന്നു മോട്ടിവേഷൻ ഈ ഒരു MBBSലേക്കുള്ളത്? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ അങ്ങനെ എന്താ പറയുക ഡോക്ടർ ആവണം എന്നുള്ള രീതിയിലൊന്നും അല്ലെങ്കിലും
പിന്നീട് ഞാൻ കുറച്ച് അറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന താല്പര്യവും പിന്നെ അതിന് കിട്ടുന്ന റെസ്പെക്റ്റും അങ്ങനെയൊക്കെ ആയിട്ടാണ് കൂടുതൽ വന്നത്. പിന്നെ വേണമെങ്കിൽ മോട്ടിവേഷണൽ എനിക്കൊരു കസിൻ ഇപ്പോൾ MBBS ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ട്രിച്ചി മെഡിക്കൽ കോളേജിൽ. അപ്പോൾ പുള്ളിക്കാരിക്കുന്ന റെസ്പെക്റ്റ് കാണുമ്പോൾ അതും കുറച്ച് മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ഒരു രീതിയിലേ ഉള്ളൂ എനിക്ക് മെയിനായിട്ട്. ഓക്കെ, അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വന്നത്? പണ്ടേ ഈ സയൻസ് എന്നുള്ള ടോപ്പിക്കോട് ഇൻട്രസ്റ്റ് ഉള്ള എപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ബയോളജി അങ്ങനെയല്ല. പിന്നെ കുറച്ചുകൂടെ നേരം പിന്നെ ഒരു ഫാമിലി ഒരു എമർജൻസി ഉണ്ടായിരുന്നു. ആ ടൈം കൂടി മെഡിക്കൽ റിലേറ്റഡ് എമർജൻസി അതുകൂടി ആയതോടുകൂടി പിന്നെ ഈ ഫീൽഡിലേക്ക് എൻട്രൻസ് ഇത് തോന്നി. മെഡിക്കൽ കോളേജിലൊക്കെ പോയാലും അവിടെ നിന്ന് തന്നെ ഈ ഡോക്ടർമാരുടെ ആൾക്കാർ വരുമ്പോൾ അവിടെ ഒരു വെയിറ്റ് കൊണ്ടല്ല, അതായത് ബാക്കിയുള്ളവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ അവർക്ക് പെട്ടെന്ന് റെസ്പെക്ട് മാത്രമല്ല, എന്ത് കെയർ ആണെങ്കിലും ഈ കാഷ്വാലിറ്റിയിലൊക്കെ മെഡിക്കൽ കോളേജിൽ തന്നെ ഗവൺമെൻറ് ആണെങ്കിൽ കൂടി ഈ ഹോൾഡ് ആ പരിപാടി പോലെ തന്നെ ഇതുള്ളവർക്ക് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നു. അന്ന് ഞങ്ങൾ ഭയങ്കര ടെൻസായി നിൽക്കുന്നവരും ചിലവർ ചില്ലായി വന്ന് പോകുന്നു. അപ്പോൾ അതുകൂടെ കൂടി ആരോ തോന്നി ആരുമില്ല, കുടുംബത്തിലൊന്നും ആരുമില്ല. അപ്പോൾ ഇല്ലൊന്നുണ്ടെങ്കിൽ അല്ല അന്നൊന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കേസിലേക്ക് പോയിരുന്നു. അപ്പോൾ അതുപോലെ അവരുത്. ഞാനിപ്പം നവനീത് പറഞ്ഞ പോലെ ഞാൻ ആക്സിഡൻ്റലി ഈ ഒരു ഫീൽഡിലേക്ക് വന്നതാണ്. എനിക്ക് പണ്ട് മുതലേ സിവിൽ സർവീസ് അങ്ങനെ പോകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ കസിൻസും പിന്നെ ഉപ്പാൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും നിർബന്ധിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് ഇട്ടതാണ്. അവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കുടുംബത്തിലെ ഒരു ഡോക്ടറാവണം. അപ്പോൾ പിന്നെ അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് വന്ന് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിനൊരു റിസൾട്ട് ഉണ്ടായി. അൾട്ടിമേറ്റ്ലി ആ ഒരു ഗോളിലേക്ക് എത്തി. അതൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ്. സിവിൽ സർവീസ് ആയാലും ഞാൻ പറയുവാണെങ്കിൽ അതും ഒരു സേവനമാണ്, ഇതും സേവനമാണ്. അപ്പോൾ ആ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും MBBS കിട്ടിയാലും രണ്ടും തുല്യ പ്രാധാന്യമുള്ള രീതിയിൽ തന്നെ. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ അഡ്മിനിസ്ട്രേഷൻ വരുമെന്നേ ഉള്ളൂ. ഇത് നമുക്ക് നേരിട്ട് ഒരു ഹെൽത്ത് കെയർ, യെസ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ കോഴിക്കോട് ക്യാമ്പസിലായിരുന്നു എല്ലാവരും അല്ലേ? അപ്പോൾ നമ്മുടെ കോഴിക്കോട് ക്യാമ്പസിലെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു? ലൈക്ക് അവിടുത്തെ ഒരു വൈബ് കാര്യങ്ങൾ. കോഴിക്കോട് ക്യാമ്പസ് പറയാനാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എനർജി തന്നൊരു ക്യാമ്പസ് തന്നെയായിരുന്നു. കാരണം ഒട്ടും സ്ട്രെസ്ഫുൾ ആയിരുന്നില്ല നമ്മൾ പഠനകാലം. ഒരിക്കലും ഒരു പ്രഷറോ ടെൻഷനോ ഒന്നുമില്ലായിരുന്നു. നമുക്കിപ്പം അവിടുത്തെ മെൻറ്റേഴ്സും അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും നമുക്കൊരു ഫാമിലി പോലെയായിരുന്നു. നമുക്ക് എന്തും ഓപ്പണായി പറയാം, എന്ത് സങ്കടം വന്നാലും പറയും, എന്തും പറയും. അതിനുള്ള സൊല്യൂഷൻ അവരപ്പോൾ തന്നെ തരും ചെയ്യും. നമ്മൾ എന്ത് ചോദിച്ചാലും ചെയ്തു തരും. ജോർസറൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവിടുത്തെ കോർഡിനേറ്റർ നമുക്ക് എന്തും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം ഒരിക്കലും ഒരു എൻട്രൻസ് റിപ്പീറ്റിലാണ് അല്ലെങ്കിൽ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ ഇത്രയും പഠിച്ചു തീർക്കണം അങ്ങനെ ഒരു ഫീൽ ഒരിക്കലും നമുക്ക് തോന്നിയിട്ടേ ഇല്ല. ഇപ്പം ഹോസ്റ്റലാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരേ ഹോസ്റ്റലായിരുന്നു, ഒലീവിയ. അപ്പം ഹോസ്റ്റലിലൊക്കെ നമ്മൾ ഭയങ്കര ചില്ലായിരുന്നു. നമ്മൾ ക്ലാസ് വിട്ട് വരിക, ചായ അടിക്കുമ്പോൾ നമ്മളെല്ലാവരും ചിരിച്ച് അങ്ങനെ പഠിച്ച് ഇതാണ്. നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ പഠിച്ച ഒരു ഇതൊന്നും തീരെ ഓർമ്മയില്ല. നമ്മൾ കളിച്ച് സംസാരിച്ച് എന്നാൽ പഠിക്കുകയും ചെയ്യും. എക്സാം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മളൊരു റിപ്പീറ്റ് ലൈഫ്. അപ്പോൾ ആ ഒരു വൈബ് എന്താ പറയുക, ഒരു കളക്റ്റീവായിട്ട് തന്നെ നിങ്ങളെങ്ങനെ ചേർത്ത് നിർത്തി എന്ന് തന്നെ പറയും. ഇപ്പോൾ 4 പേരും ഒരേ ഹോസ്റ്റലായിരുന്നു അല്ലേ? ഒരേ ബാച്ച് അല്ല ഒരേ ഹോസ്റ്റലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഹോസ്റ്റൽ ലൈഫ് അപ്പോൾ തീർച്ചയായിട്ടും ഒരേ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർ ഇപ്പോൾ മികച്ചൊരു വിജയം നേടി ഇവിടെ തിരിച്ചെത്തിയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഹോസ്റ്റൽ ലൈഫിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തായിരുന്നു ആ ഒരു ഹോസ്റ്റൽ വൈബൊക്കെ എങ്ങനെയായിരുന്നു? ഹോസ്റ്റൽ പറഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം നമുക്കിപ്പോൾ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഒരു മടുപ്പോ ചടുപ്പോ അല്ല തോന്നുക. കാരണം ഞങ്ങളിപ്പോൾ നമുക്കൊരു സമയം തന്നിട്ടുണ്ട്, അതായത് ഒരു 6 മണി 7 മണി വരെ നമുക്ക് സംസാരിക്കാൻ വേണമെങ്കിൽ, അതായത് അപ്പുറത്തെ റൂമിലേക്ക് ഡൗട്ട് ചോദിക്കാൻ. ആ സമയമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചിട്ടാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കണേക്കാൾ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഞങ്ങളൊരു മത്സരം പോലെ തന്നെ ഉണ്ട്. അതായത് ഇൻസൈഡിൻ്റെ ഉള്ളിലുള്ള ഏത് വരിക നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ സാഗർ സാറൊക്കെ ഉണ്ട്, അപ്പോൾ സാറിൻ്റെ ക്വസ്റ്റ്യൻ ലെവലിനൊക്കെ നമ്മളതിനെ പറയും. അപ്പം അങ്ങനത്തെ ഓരോ മണ്ട ക്വസ്റ്റ്യൻ ആവും ചിലപ്പോൾ, പക്ഷെ അങ്ങനത്തെ ഇപ്പോൾ നീറ്റിൽ വന്നിട്ടുണ്ട്. ഒരു റിഡക്ഷനിസ്റ്റ് ബയോളജി റിഡക്ഷൻസ് ബയോളജി പറഞ്ഞ പോസ്റ്റിനൊക്കെ വന്ന് നമ്മൾ ഒട്ടും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങളത് ജസ്റ്റ് ഇൻസൈഡിൽ ഇങ്ങനെ ഓരോ വരിയും തപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നു പോയിട്ട് വരിക, അപ്പോൾ അത് ഒരു മാർക്കായി കിട്ടി. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മൾ ഹോസ്റ്റലിലുള്ള ബോയ്സ് ഹോസ്റ്റൽ ഞങ്ങളെ എല്ലാവരും ആ ഒരു വൈബ് തന്നായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ റൂമിലേക്ക് പോകും. 6:30 കഴിഞ്ഞാൽ വാർഡന്മാർ പറയും സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് റൂമിലിരുന്ന് പഠിക്കാൻ ബാക്കി. അപ്പോൾ ആ സമയം തുടങ്ങി. ഞാൻ പിന്നെ നേരത്തെ കിടന്നുറങ്ങിയായിരുന്നു. ഇവരൊക്കെ പിന്നെ കുറച്ചുകൂടി വഴി. ഞാൻ നേരത്തെ എനിക്കായിരുന്നു. രാത്രി
എല്ലാ റൂമിലും ഒന്ന് കയറി ഞാൻ പിന്നെ ഒരു 9:30-10 കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോകും. 3 മണിക്ക് എണീക്കും ചെയ്യും. അപ്പൊ ഇവരെല്ലാം പറയും ഇവരിപ്പോ എന്തെങ്കിലുമൊക്കെ രാത്രി പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല, രാത്രിത്തെ കൂടുതൽ സംഭവം. പിന്നെ ഒരു രാവിലെ കഥ മൊത്തം എന്നോട് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ഇതിനകത്തായിരുന്നു. ഇവർക്ക് കുറച്ച് നൈറ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷെഡ്യൂൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം, നമുക്കൊരു ശല്യവും ഇല്ല. ഒരു പ്രശ്നം ഞാൻ ഉറങ്ങുമ്പോൾ ആണെങ്കിൽ അവർ അത് കണ്ടറിഞ്ഞിട്ട് തന്നെ ഇപ്പം എൻ്റെ റൂമിലപ്പോൾ പുറത്ത് ഹാളിൽ വന്നിരുന്ന് പഠിക്കും എൻ്റെ സ്കൂട്ടർ. അതേപോലെ അവൻ രാവിലെ വഴുകി എണീക്കുക, അപ്പോൾ ഞാൻ പുറത്ത് ഹാളിലിരുന്ന്. അപ്പോൾ ആ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർക്കിലാണെങ്കിലും നമ്മുടെ ഒരു ക്യാരക്ടറിൽ ആറ്റിറ്റ്യൂഡിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഒരു പ്രൊഫസറിനെ പറ്റി പറഞ്ഞു, അതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഫസർ ഏതായിരുന്നു? ഫേവറേറ്റ് എനിക്ക് ശ്രീജ് സാറാണ്. കെമിസ്ട്രി എടുക്കുന്ന ശ്രീജ് സാറാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ CVL സാറുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ്? കാരണം ചിന്തിക്കേണ്ടി ഒന്നും വന്നില്ല, പെട്ടെന്ന് പറഞ്ഞ് ആ പേരങ്ങ് വരുമായിരുന്നു. ഓക്കെ, അത് പറഞ്ഞാൽ നമുക്ക് കെമിസ്ട്രി എനിക്ക് ആദ്യം ഫസ്റ്റ് ഡൗട്ട്, ഒന്നാമത് ക്യാമ്പസിൽ അധികം അവൈലബിൾ ശ്രീ സാറും CVL സാറും ആണ് ഉണ്ടാവല്. പിന്നെ ഫസ്റ്റ് ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് കിട്ടും. പിന്നെ നോ പ്രോബ്ലം, എല്ലാം ബേസിക് ലെവൽ മുതൽ തന്നെ അവർ പറഞ്ഞു തരും. പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കാനും പിന്നെ എന്താ പറയുക നമ്മളെവിടെ നമ്മൾ തെറ്റുകൾ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കും. കുറേ CVL സാറൊക്കെ കുറേ വട്ടം നമ്മൾ തല്ലിയൊക്കെ പഠിപ്പിച്ചതാണ്. കൈത് എന്തൊക്കെ വിളിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മെമ്മറീസ് ആണ്. സാറിൻ്റെ ഒക്കെ സഹായത്തോണ്ടാണ് ഇപ്പോൾ ഏകദേശം എക്സാം ഏകദേശം ഇത്ര ലെവലിൽ എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സാറൊക്കെ തന്നെയാണെങ്കിലും CVL സാർ എനിക്ക് സാറിൻ്റെ അവിടെ വീട്ടിൽ സാറിൻ്റെ മോളൊക്കെ പഠിച്ചപ്പോൾ എൻട്രൻസ് ബുക്കൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ സാറ് ഞാൻ ചെയ്ത ബുക്ക് ചെയ്യാം, എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, നീ ഇതെടുത്ത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും നമ്മളായിട്ട് കമ്പനി CVL സാറാണെങ്കിൽ. പിന്നെ ഞാൻ കുറേ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചന്ദ്രൽ സാറൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മീറ്റായി. ചന്ദ്രൽ സാറൊക്കെ ഇപ്പോൾ ഞങ്ങൾ ശരിക്കും മീറ്റായി. സാറെ ഫുള്ള് അറിയാം, സാറിന്റെ ജോലി, സാറിന്റെ അച്ഛൻ്റെ ഒക്കെ നമ്മൾ സാറ് ക്ലാസ് പോയി. നമുക്ക് നല്ല പരിചയം, ഇപ്പോഴാണ് സാറെ മീറ്റ് ആക്കുന്നതെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഫേവറേറ്റ് ആയ സാർമാർ പറഞ്ഞാൽ അവരൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ വന്നപ്പോൾ സാറിനെ കണ്ടു എന്നാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കാരണം ഇത്ര നാളും കാരണം നമ്മള് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിനെ പറ്റി നേരിട്ട് ഒരു പരിചയം, പക്ഷേ ഈ സ്ക്രീനിൽ കൂടെ കണ്ട് എന്താ പറയുക ഒരു സെലിബ്രിറ്റികളൊക്കെ പറയുന്നത് മോഹൻലാലിനെ നമുക്ക് പരിചയം, പക്ഷെ മോഹൻലാലിന്റെ എല്ലാ കാര്യവും നമുക്കറിയാം എന്ന്. അപ്പൊ ആ റിയൽ ലൈഫ് കണ്ടപ്പോൾ ഉള്ള ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് സാറ് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. സാറ് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, നമ്മളോട് ഇന്റർവ്യൂലായിരുന്നു. അപ്പൊ സാർ അങ്ങനെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. സാറിനെ കുറിച്ച്, സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തു. ഓക്കെ, വേറെ ആരെങ്കിലുമൊക്കെ കണ്ടോ അതുപോലെ അങ്ങനെ പരിചയമുള്ള ആരെയും? ലൈക്ക് ഓൺലൈനിൽ കൂടെ മാത്രം പരിചയം, പക്ഷേ നേരിട്ട് അജയ് സാറിനെ ഉണ്ട്. പിന്നെ റോഷനി ക്ലാസ് എടുത്തതാണ്. ഓക്കെ, എൻ്റെ പറഞ്ഞ പോലെ കെമിസ്ട്രി ശ്രീജ് സാറാണ്. ടോപ്പിക് ഇതായതുകൊണ്ടൊന്നുമില്ല, കാരണം ബ്രില്യൻ്റ് റിപ്പീറ്റ് ലൈഫിന് മുന്നേ തന്നെ എനിക്ക് മൂപ്പരെ പരിചയമുണ്ട്. +1 മൂപ്പരെ ട്യൂഷൻ എടുത്തതാ. അന്ന് മുതലേ ഞങ്ങൾ ഒരു കമ്പനിക്കാരെ പോലെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്നും ഞാൻ സാറെ പോലെ കണ്ടിട്ടില്ല, മൂപ്പര് ഇന്നേ സ്റ്റുഡൻ്റ് ആയിട്ടല്ല കണ്ട്. ഞങ്ങൾ ആ വൈബിൽ ഇങ്ങനെ ഒരു കമ്പനിക്കാരെ പോലെയാണ് ഞങ്ങൾ അന്ന് നിന്നൊക്കെ പോകുന്നത്. എനിക്കതിന് ഒരാൾ പേരെടുത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവരും ഹെൽപ്ഫുൾ ആയിട്ട് പേരെടുത്ത് പറഞ്ഞാൽ അതെ എല്ലാവരും ഇപ്പോഴും കോൺടാക്ട് ഉള്ള പേരെടുത്ത് പറഞ്ഞാൽ അതായത് സാറിന് ഇപ്പോഴും വിളിക്കും, അലോട്ട്മെന്റ് എന്താ, എവിടെ കിട്ടി, എങ്ങനെയാണ്, എന്താ അടുത്ത എന്താ, എപ്പോഴും. ഇപ്പോൾ ശ്രീ സാറായാലും എല്ലാ സാർമാരും വിളിച്ച് ചോദിക്കലുണ്ട്. ഇപ്പോൾ മെൻറ്റേഴ്സ് ഏകദേശം മെൻറ്റേഴ്സിനെ പോലെ തന്നെയാണ് സാർമാർ അവിടെ ബിഹേവ് ചെയ്ത്. കോഴിക്കോട് എന്ന നഗരത്തെ പോലെ തന്നെ അത്രയും സ്നേഹമുള്ള രീതിയിൽ തന്നെയാണ് കോഴിക്കോട് ക്യാമ്പസിൽ നിങ്ങളുടെ ലൈഫ് ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫാക്ടർ ചോദിച്ചാൽ ഏതായിരിക്കും പറയുന്നത്? ഇപ്പോൾ ഈ ലേണിംഗ് ആപ്പ് ഉണ്ട്, റെഫറൻസ് ഫെസിലിറ്റീസ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, ഏതായിരിക്കും? ഞാൻ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു വോളിയം, ഒരു കുട്ടി അത്രയും വോളിയം ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ പിന്നെ എക്സാമിൽ പ്രതീക്ഷിക്കാൻ നമുക്ക് ചാൻസ് ഇല്ല. അതാണ് ഏറ്റവും മാക്സിമം. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത് ഭയങ്കര വലുതാണ്. ഇപ്പോൾ എക്സാമിൻ്റെ തലേന്നോ എക്സാമിൻ്റെ അന്നൊക്കെ അതാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ എത്ര മോഡൽ എക്സാം ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻ്റെ റൂമിൻ്റെ അപ്പുറത്ത് ഷെൽഫിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അട്ടിക്കിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് ഞാൻ രാവിലെ എക്സാമിന് പോയത്. ഓക്കെ, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്, ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്രയും പ്രൊഫസേഴ്സ് പ്രിപ്പയർ ചെയ്ത ഏറ്റവും അടിപൊളി ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം എനിക്ക് ഇപ്പോൾ ഒന്നും വരാനില്ലല്ലോ. ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ് നമുക്ക്. പിന്നെ ഇവിടുത്തെ മെറ്റീരിയലും എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. ഓക്കെ, വെളിയിൽ നിന്ന് പ്രത്യേകിച്ച് വേറെ മോട്ടിവേഷൻ്റെ ആവശ്യം നമുക്ക് കിട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും ചെയ്തു, ആ ഒരു അത് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഓക്കെ, തീർച്ചയായിട്ടും.
അവിടെ എങ്ങനെയായിരുന്നു? ഇവിടുത്തെ ഏത് ഫാക്ടർ? മെയിനായിട്ട് ഈ റെഫറൻസും ഈ ഓൺലൈൻ ക്ലാസ്സും, അതായത് വല്ലതും അഥവാ മറന്നു പോവുകയാണെങ്കിൽ തന്നെ സ്പോട്ടിൽ ടാബ് എടുക്കുക, ക്ലാസ് കാണുക. അതും ഒരു ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ സെയിം ടോപ്പിക് തന്നെ ഡിഫറെൻറ്റ് ട്യൂട്ടേഴ്സ് എടുത്ത ക്ലാസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരേ ടോപ്പിക് തന്നെ പല സാറന്മാരെ ക്ലാസ് എടുത്താലോ അവരുടെ വ്യൂവിലുള്ള സാധനം കിട്ടും. അപ്പം എല്ലാം കൂടി ആയാൽ നമുക്കൊരു സോളിഡ് ആയിട്ടുള്ള കണ്ടന്റ് കിട്ടും. ഓക്കെ, പലരുടെ ഇൻപുട്ട് ആകുമ്പോൾ അതിനൊരു കംപ്ലീറ്റ്നെസ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഭയങ്കര ഒരു റാപ്പോ നിങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ ഒരു ഭയങ്കര നല്ലൊരു റാപ്പോ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോഴിക്കോട് എല്ലാവരും ഹോസ്റ്റലുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി മറക്കാനാവാത്ത ഒരുപാട് നിമിഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ നല്ലൊരു മെമ്മറി മൈൻഡിലേക്ക് വരുന്ന ഏതാണ്? അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ പലതുണ്ടെങ്കിലും അപ്പം നമ്മളവിടുത്തെ എന്താ പറയുക, ക്രിസ്മസ് ഒക്കെ അവിടെ ആഘോഷിച്ചാണ്. അപ്പം അതൊക്കെ അതിൻ്റെ വീഡിയോ എടുക്കലാണെങ്കിലും, പിന്നെ അതുപോലെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവരോട് പറയേണ്ട സാറും വാർഡന്മാരൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിലും നമ്മളത് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുക. അതായത് ഞങ്ങളൊരു ഫാമിലി ആയിരുന്നു, അതിലൊരു സംശയമില്ല. അങ്ങനെയായിരുന്നു. ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ട്രിപ്പൊക്കെ പോയിരുന്നു. ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് 2-3 ട്രിപ്പൊക്കെ പോയി. അപ്പോൾ നമ്മളിപ്പോഴും ആ ഒരു വൈബിന് ശേഷം അപ്പോൾ ആ ഒരു നല്ല മെമ്മറീസാണ് അങ്ങനത്തെ രീതിയിൽ. ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞ പാടാണ്, ഒരുപാട്. ഓക്കെ, ആൻഡ് അഗൈൻ സ്പീക്കിംഗ് ഓഫ് മെമ്മറീസ്, 2025 നീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല, ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ മുഖമൊക്കെ പോകുന്നുണ്ടോ, ഈ ഒരു വിധത്തിലായിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കാരണം 2 എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് 2024 എക്സാം എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമായിരുന്നു. 2 എക്സ്ട്രീം, 2 എന്താ പോളാർ ഓപ്പോസിറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ 2 എക്സ്ട്രീം മനസ്സിലായിരുന്ന കാര്യം. അപ്പോൾ ഈ 2025 ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എക്സാം ഹാളിലേക്ക് കയറി ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഉണ്ടായൊരു മൊമെൻറ്റ്, അതുപോലെ എക്സാം എഴുതി കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പാടായിരുന്നു, ഇനി ബാക്കിയുള്ള എല്ലാവർക്കും പാടാണോ, അത് എനിക്ക് മാത്രമായിരുന്നോ പാടാം, അങ്ങനെ കുറേ ചിന്തകൾ നമുക്ക് വരും അല്ലേ? ഈ 2 മൊമെൻറ്റ്സ് എങ്ങനെയായിരുന്നു? ആദ്യമേ ആ പേപ്പർ കണ്ട നിമിഷവും എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ നിമിഷവും. ഞാൻ നോക്കണം, എൻ്റെ ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ വന്നത്. ഞാൻ സാധാരണ ഫിസിക്സ് ഏത് ക്വസ്റ്റ്യനാണ് ഫിസിക്സ് ഫസ്റ്റ് പേജ് ചെയ്ത് എന്നിട്ട് നേരെ ബയോളജിക്ക് പോയിട്ട്, ഇപ്പോൾ ഫിസിക്സിൻ്റെ ടൈം നമ്മൾ ഫിസിക്സിൻ്റെ കൂട്ടൂല, ബയോളജിൻ്റെ ആ ഒരു ടൈം എങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. അതായത് ഞാൻ ആ ക്വസ്റ്റ്യൻ ബയോളജിൻ്റെ കൂട്ടുക, അപ്പോൾ എനിക്ക് ഫിസിക്സിന് കുറച്ചുകൂടി ടൈമുള്ളതായിട്ട് നമുക്കൊരു മെൻ്റലി ഈസി ആയിട്ട് തോന്നും. അങ്ങനെ നോക്കുക. പക്ഷെ നോക്കിയപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ IIT ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ തിരിച്ച് ബയോളജി പോയി. അങ്ങനെ ബയോളജിൻ്റെ സൈഡിൽ തന്നെ കെമിസ്ട്രി ഉണ്ടല്ലോ, കെമിസ്ട്രിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അതുപോലെ തന്നെ ബയോളജി സ്റ്റാർട്ടിങ് കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് ഒരു വിധത്തിൽ എന്താ ഉണ്ടായെന്ന് ചോദിക്കരുത്. എക്സാം കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലുള്ള വേറെ തന്നെ അങ്ങനെ വിളിച്ചു നോക്കി, എന്താ കഥ, എക്സാം പുറത്തെത്തിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഇറങ്ങി വരുന്ന സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു ഈ +2 കഴിഞ്ഞ് എഴുതുന്നവരാണ്. ഇവര് നല്ല ചിരിച്ച് കളിച്ച് ഈസി എന്നൊക്കെ പറയുന്നു. ഞാൻ മാത്രമാണോ ടഫ് എന്ന് അറിയില്ലല്ലോ. എനിക്ക് അറിയുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു, പക്ഷെ അവനെ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ എന്റെ കൂടെയുള്ള റൂമിലുള്ള ഒരുത്തനെ വിളിച്ചു നോക്കി, എന്താ കഥ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അതാ ഞാൻ എഞ്ചിനീയറിംഗിന് പോകാൻ കൈവിട്ട് പോയി. പക്ഷെ ഓനും എനിക്കും അലോട്ട്മെന്റ് ഒരേ കോളേജാണ് കിട്ടിയത്. എഞ്ചിനീയറിംഗിന് പോകുന്ന പറഞ്ഞ ആൾക്കും ഇപ്പൊ താങ്കൾക്ക് ഒരേ തമിഴ്നാട്ടിലുള്ള കോളേജ്, മെഡിക്കൽ കോളേജ് തന്നെയാണ്. ഓക്കെ, അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങിയ ഒരു നിമിഷം? ആദ്യം തന്നെ എക്സാം ടഫാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ ആദ്യം അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ എക്സാം തുടങ്ങിയപ്പോൾ തന്നെ ഫിസിക്സ് ആദ്യം ചെക്ക് ചെയ്ത്, ഫിസിക്സ് ഓക്കെ, ഇത് പണിയാണ് ഓക്കെ. അപ്പോൾ കെമിസ്ട്രി നോക്കി, ബയോളജി നോക്കി. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും ബയോളജി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ബയോളജി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് തീർക്കേണ്ട ആളായിരുന്നു. പക്ഷേ എന്താ അറിയില്ല, 55 മിനിറ്റ്സ് തന്നെ അവിടെ തന്നെ ഞാൻ പാനിക്കായി, ബയോളജിയിൽ തന്നെ പാനിക്കായി. പിന്നെ നേരെ ഫിസിക്സ് ഓക്കെ, ഞാൻ ഇപ്പോൾ ഹംദാൻ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും ടഫല്ല, ഏകദേശം ഫസ്റ്റത്തെ ഒരു 15 ക്വസ്റ്റ്യനോളം എനിക്ക് ഈസി തന്നെ. അപ്പോൾ അത് ഞാൻ അറ്റൻഡ് ചെയ്ത് ഓക്കെ കുഴപ്പമില്ല, ഫിസിക്സ് ഓക്കെയാണ്, കുഴപ്പമില്ല. 15 കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. പിന്നെ ടൈം അങ്ങനെ പോകണേ ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ല. പിന്നെ എങ്ങനെയോ അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് നോക്കുമ്പോൾ ആകെ 15 മിനിറ്റും കുറേ ക്വസ്റ്റ്യൻസും. അങ്ങനെ പിന്നെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മൈൻഡ് വേറെ എവിടെയോ ആയിരുന്നു. പിന്നെ എന്താ പറയുക, കിട്ടൂല എന്നുള്ള രീതിയിലായിരുന്നു, ഒരു സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ഒക്കെ വീട്ടിലൊക്കെ പറഞ്ഞ്. കുഴപ്പമില്ല, ലാസ്റ്റ് എല്ലാവരുടെ ഒരു എന്താ പറയുക ഒപ്പീനിയൻ എല്ലാവരും എങ്ങനെയാണ് അറ്റൻഡ് ചെയ്ത് അറിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടി സമാധാനം കിട്ടിയത്. പിന്നെ ഒരു സീറ്റ് കിട്ടുമെന്ന് ഉറപ്പായി. Brilliant Study Center, India's #1 coaching center
for NEET and JEE.